സഹൃദയരെ നമസ്കാരം. ഞാൻ രതീഷ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ കാർഷിക മേഖല നേരിടുന്ന ഭക്ഷ്യമേഖല നേരിടുന്ന ഒരു പ്രശ്നം ഒന്ന് ഓർമ്മിപ്പിക്കപ്പെടാനാണ്. കാരണം ഈ വിഷയം നമ്മുടെ സർക്കാരുകളോ നമ്മുടെ അധികൃതരോ അതെങ്കിലും മുഖവിലക്കെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളോ മനസ്സിലുണ്ടോ എന്നൊന്നും അറിയില്ല. കാരണം ഇപ്പം എൻ്റെ നാട്ടിൽ പത്തനംതിട്ടയില്ല. എൻ്റെ നാട്ടിൽ ഇപ്പം ഞാൻ അഭിമുഖീകരിച്ച, അതായത് ഞാനിപ്പോൾ 2 മാസം മുന്നേ നാട്ടിൽ ചെന്നപ്പം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നേരിട്ട, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്ത് അയൽവക്കാരൊക്കെ നേരിട്ട ഒരു പ്രശ്നമാണ് പന്നിശല്യം. ഞങ്ങളുടെ നാട്ടിൽ പന്നിയാണ് കൂടുതൽ വില്ലനായിട്ടുള്ളതെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും കുരങ്ങനെ, മയിൽ, പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ആന, അങ്ങനെയുള്ളവരും പ്രശ്നക്കാരാണ്. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് നാട്ടിൽ ജീവിക്കാനൊക്കാത്ത ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറികളോ ഏതെങ്കിലും കാരണത്താലോ അവിടുന്ന് തരാതിരിക്കുന്ന വിഷയങ്ങളിലോ, അല്ലെങ്കിൽ കൊറോണ പോലെ വിഷയം ഉണ്ടായോ, എന്തെങ്കിലും ഇപ്പോൾ ലോജിസ്റ്റിക്സ് അതിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളോ, ലോറി സമരം പോലെയുള്ള പ്രശ്നങ്ങളോ, എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ അത് ബാധിക്കും. അത്യാവശ്യം മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന അരിയെ, കപ്പ, അതൊക്കെയാണ്. കപ്പ, മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതെല്ലാമാണ് ഒരു കാലത്ത് നമ്മുടെ വയറിനെ ശമിപ്പിച്ചിരുന്നതെന്നാണ് പറയാം. കാരണം എൻ്റെ അപ്പൂപ്പന്, അമ്മുമ്മയും അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അന്നത്തെ അവരുടെ ചെറുപ്പത്തിൽ ചോറിന് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, ഭക്ഷണത്തിന് അരിക്ക് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കപ്പയായിരിക്കും കൂടുതൽ, പിന്നെ ചക്ക, കിഴങ്ങ്, മറ്റ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കിഴക്കൻ മേഖലകൾ പ്രത്യേകിച്ച് നമ്മുടെ വിശപ്പടക്കിയിരുന്ന ഒരു മെയിൻ വിഭവമായിരുന്നു കപ്പ. അല്ലെങ്കിൽ പറയാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം ഇന്നിപ്പം ഈ പന്നി പ്രശ്നമുള്ളത് കൊണ്ട് കപ്പ കൃഷിയും മറ്റ് ചേന, ചേമ്പ്, എല്ലാ വിളകളും പ്രതിസന്ധി നേരിടുകയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ സർക്കാരുകളോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അങ്ങനെയുള്ള വകുപ്പുകളോ എന്തെങ്കിലും താഴെത്തട്ടിൽ നിന്നുള്ള തീരുമാനങ്ങളൊന്നും അവർ ചിന്തിച്ച് നടപ്പാക്കുന്ന ഒരു ഇതില്ല. ഏതെങ്കിലും മുകളിൽ തട്ടിൽ നിന്നെന്തെങ്കിലും ഇതിന് ബന്ധപ്പെട്ടവർ ആശയാവിഷ്കാരം നടത്തി താഴെത്തട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും താഴെത്തട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നടപ്പാക്കാൻ അവർക്ക് അധികാരം ഇല്ലാത്തതുകൊണ്ടാണോ അവർക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടെന്ന് അറിയില്ല. അപ്പം ആ ഒരു വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ പെടണം. കാരണം നമ്മുടെ നാടുകളിൽ 365 ദിവസവും കപ്പയോ അല്ലെങ്കിൽ ചക്കയോ ഉണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കപ്പ നട്ട് അതിൻ്റെ ഒരു പാകമാകുമ്പോൾ പച്ചയ്ക്ക് കപ്പ കുറച്ച് നാൾ ഉപയോഗിക്കും. 2-3 മാസം, കറക്റ്റ് വ്യക്തതയില്ല എങ്കിലും 2-3 മാസമെങ്കിലും നമ്മൾ പച്ചക്കപ്പയായിട്ട് ഉപയോഗിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ചക്കയുടെ സീസണാവും. അതൊരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കപ്പ ഉണക്കിയും വാട്ടിയും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമേ വെള്ളക്കപ്പ നമ്മൾ ഉപയോഗിക്കും. അത് തീരുമ്പോഴത്തേക്ക് നമ്മൾ വാട്ടക്കപ്പ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ 365 ദിവസവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു വിഭവമായിരുന്നു ഈ കിഴങ്ങ് വർഗ്ഗങ്ങളും ഈ സാധനങ്ങളെല്ലാം. പിന്നെ അതിൻ്റെ കൂടെ ചേന, കാച്ചിൽ, ചേമ്പ്, വാഴക്കൃഷി, ഇതെല്ലാം നമ്മുടെ ഭക്ഷ്യ വിഭവങ്ങളായിരുന്നു, നമ്മളെ സംരക്ഷിച്ചിരുന്നതാണ്. പണ്ട് കാലത്ത് നമ്മൾ പച്ചക്കറികൾ ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ പോലും പച്ചക്കറി അങ്ങനെ എല്ലാ ദിവസവും മേടിക്കുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ വിഭവങ്ങൾക്ക് കൊണ്ട് അവിയലും സാമ്പാറും ഒക്കെ വെച്ച്, പിന്നെ തക്കാളിക്കയോ പച്ചമുളകോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് കിറ്റില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി എന്ന സംഭവം ഇല്ല, അത് നമുക്കൊരു വിഭവം ഉണ്ടാക്കാത്ത അവസ്ഥയായി. അപ്പം ഇപ്പം നിലവിൽ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ കപ്പയും എല്ലാം പന്നി കൊണ്ടുപോയി. വാഴ വെച്ച് അത് പറ്റില്ല, ചേമ്പ്, ഇതെല്ലാം നശിപ്പിച്ചു. ഇപ്പം അച്ഛൻ പറയുന്നു കേട്ടു, കപ്പയൊക്കെ കിട്ടിയത് പാകം എത്തിയിട്ടില്ലെങ്കിലും ഉള്ളത് വെച്ച് അവർ വിളവെടുത്തല്ല അവർ ഉപയോഗിച്ചു. ബാക്കി എന്തോ കുറച്ചും കൊണ്ടാണ് അത് വിൽക്കുകയൊക്കെ ചെയ്തു. ചേനയും എന്ന് വേണ്ട, കാച്ചിലും
എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും മനുഷ്യന്മാർ കൂന്താരിയോ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇളക്കുന്ന പോലെ തന്നെ ഈ മൃഗങ്ങൾ മെയിനായിട്ട് പന്നി വന്ന് ഉപയോഗിക്കുന്നു. ഇതിനെ പല രീതിയിലൊക്കെ അവർ അവരുടേതായ മാർഗങ്ങളിലൂടെ കടലാസുകൾ, കവറുകൾ ഇട്ടി സൗണ്ട് മീൻസ് എന്താ വല്ല പാട്ടയോ തകരങ്ങളോ അതിന് അങ്ങനെയൊക്കെ പല രീതിയിൽ അവരുടേതായ മാർഗങ്ങൾ ഉപയോഗിച്ച് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വർക്കൗട്ടാവുന്നില്ല. ഈ പോക്ക് പോയാൽ നമ്മുടെ കേരളത്തിൽ പന്നി പെരുകി മനുഷ്യൻ്റെ ഭക്ഷണമില്ലാത്തൊരവസ്ഥ വിത്തപ്പെടും. കാരണം ഇപ്പം പിന്നെ അത്ര അത് ആൾക്കാർ എനിക്ക് തോന്നുന്നു റേഷൻ സംവിധാനത്തിൽ അരി കുറഞ്ഞ വിലയ്ക്ക് അരി ലഭ്യമായതുകൊണ്ട് അത്യാവശ്യം അരി കൊണ്ട് കാര്യങ്ങൾ നടന്നു. ഏതെങ്കിലും ഒരു കാരണവശാൽ അരിക്ക് ഷോർട്ടേജ് വരികയോ വില കൂടുകയോ റേഷൻ സമ്പ്രദായത്തിൽ എന്തെങ്കിലും മാറ്റം വരികയോ എന്നാൽ ഈ കിഴങ്ങു വിളകളില്ലാതെ വന്നാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും. അതിനെന്താണ് ഒരു മാർഗം? നമ്മുടെ ജനപ്രതിനിധികളും ഭരണകർത്താക്കളും ഇതിനൊക്കെ ഒരു വീണ്ടുവിചാരം ഉണ്ടാകേണ്ടതും അതിന് നിവൃത്തി ഉണ്ടാക്കേണ്ടതുമാണ്. നമസ്കാരം.